ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ സഖോ ഗീതാ ഗോപി എന്ന ഞാൻ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരു തുടർ ഭരണം വേണം എന്ന വലിയൊരു അപേക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിച്ച് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു വികസന പുരോഗതിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ വന്നേ പറ്റൂ. നാട്ടിൽ 10 വർഷം MLA ആക്കിയ നിങ്ങൾ വീണ്ടും ഈ ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് ജനവിധി തേടിയേ പറ്റൂ. അതുകൊണ്ട് അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണയും നിങ്ങൾ എന്നെ നിയമസഭയിൽ പറഞ്ഞയക്കണം. നാട്ടിയുടെ വികസനവും നാട്ടിയുടെ പുരോഗതിക്കും ശബ്ദമുയർത്താൻ നിങ്ങളൊരാളെ നിങ്ങളുടെ കൂടെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും കൂടി ഈ ഭരണത്തെ തുടർ ഭരണത്തിലേക്ക് എത്താൻ നിങ്ങളുടെ സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സാരഥിയായി മത്സരിക്കുന്ന സഖാവ് ഗീതാ ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്പ്രദാനപ്രകാശം കതിരും പുനരുവാളുകളുടെ യാമത്തിൽ രേഖപ്പെടുത്തണമെന്ന് സമരരംഗങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നിലച്ചുപോയ നടക്കില്ല എന്ന് പറഞ്ഞ ദേശീയപാത 64 പൂർത്തീകരണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 5580 കോടി രൂപ നൽകിയ ഏക സംസ്ഥാനം കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ച കേരളം തീർച്ചയായും ഈ കേരളത്തിൽ ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ പൊൻവെളിച്ചം വിതറിയ ഇടതുപക്ഷത്തിന്റെ സാരഥിയാണ്, നേരിന്റെ സാരഥിയാണ്, ചെരുമയുടെ സാരഥിയാണ് സഖാവ് ഗീതാ ഗോപി. മറക്കരുത് അരിവാൾ നെൽക്കതിരടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം സഖാവ് ഗീതാ ഗോപിക്കായി രേഖപ്പെടുത്തുമ്പോൾ അധികാരത്തിന്റെ ആർത്തിമൂത്ത് വർഗീയ പിന്തിരിപ്പൻ ശക്തികളുടെ കൂടാരത്തിൽ എത്തിച്ചേർന്ന 6 പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് മറുപടിയായി തീർച്ചയായും ഗീതാ ഗോപിക്ക് അരിവാൾ നെൽക്കതിരടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. നമ്മുടെ നാടിനോടൊപ്പം നാട്ടിലെ സാധാരണക്കാരുടെ സന്തത സഹചാരിയായി പ്രതിസന്ധികളിൽ തളരാതെ പ്രതിബന്ധങ്ങളിൽ തകരാതെ നമ്മോടൊപ്പം നാടിനോടൊപ്പം നിൽക്കുമെന്ന നെഞ്ചകം തൊട്ടുറപ്പു തരുന്ന നാടിനോടും നാട്ടാനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപി ഇന്ന് രാവിലെ മുതൽ നടത്തുന്ന പര്യടന പരിപാടിയുടെ സമാപന കേന്ദ്രമായ പെരുമ്പള്ളശ്ശേരി സെന്ററിൽ എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനും കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും ഈ കേന്ദ്രത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപിയുടെ 1ാം ദിവസത്തെ പര്യടന പരിപാടിയുടെ സമാപന കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളും സുഹൃത്തുക്കളും ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപിയെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഖാക്കളെ ക്ഷണിക്കുന്നു. ആരുടെയും പേര് വിളിക്കുന്നില്ല. സഖാക്കൾ എല്ലാവരും ഹാരവുമായി നമ്മുടെ പ്രിയപ്പെട്ട സാരഥിയെ വരവേൽക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപിക്ക് പെരുമ്പള്ളിശ്ശേരിയുടെ മണ്ണ് നൽകുന്ന ഊഷ്മളമായ വരവേൽപ്പുകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും
ആവേശപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരവേൽക്കുകയാണ്. പെരുമ്പിള്ളിശ്ശേരിയുടെ മണ്ണ് ചുവപ്പിന്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയതിലകം ചാർത്തി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി സഖാവ് ഗീതാ ഗോപി നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട വോട്ടർമാരും നല്ലവരായ നാട്ടുകാരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ് ഞാൻ. 2011-2021 കാലഘട്ടത്തിൽ നാട്ടികയുടെ MLA ആയി നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. സമസ്ത മേഖലകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പല വികസനങ്ങളും നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ചേർപ്പിന്റെ ഹൃദയഭാഗമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ അക്കാദമിക്കലായി നിലവാരം ഉയർത്താൻ നമുക്ക് സാധിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മുഖമുദ്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആശയമായിരുന്നു. PHSCയും CHSE പോലുള്ള ആശുപത്രികൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ചോർന്നലിക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റം ആർദ്ര മിഷനിലൂടെ ആരോഗ്യവകുപ്പ് ഇടതുപക്ഷ സർക്കാർ നേടിയെടുത്തു. അങ്ങനെ സമസ്ത മേഖലകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ 10 വർഷത്തെ നേട്ടങ്ങൾ കേരളക്കരയിലെ 3.5 കോടി ജനങ്ങൾ അനുഭവിച്ചവരാണ്. അക്കൂട്ടത്തിൽ നാട്ടികയിൽ 10 വർഷം MLA ആയി നിങ്ങൾ എന്നെ നിയമസഭയിൽ പറഞ്ഞയച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ വികസനങ്ങളുടെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാർ അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രിയമുള്ളവരെ. ഏറ്റവും വലിയ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയും 2018 മഹാപ്രളയവും ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ട് കണ്ട ഏറ്റവും ജനജീവിത ദുസ്സഹമായിട്ടുള്ള വയനാട്ടിലെ ഉരുൾപൊട്ടലും, ഈ ഒരു പ്രതിസന്ധികളിലെല്ലാം തന്നെ ജനാധിപത്യത്തിന്റെ അധികാര കസേരയിൽ അത് ആലങ്കാരികമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ 2-3 ഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് കൃത്യമായി നിർവഹിച്ച ഒരു സർക്കാരാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താം. ഒരു തുണ്ട് ഭൂമിയില്ലാതെ തെരുവിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ടവനെ വീട് വെച്ച് നൽകാൻ ലൈഫ് മിഷനിലൂടെ ഈ സർക്കാരിന് സാധിച്ചു. ഏതൊരു കുടുംബത്തിന്റെ ഒരു സ്വപ്നമാണല്ലോ സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, ഒരു ഭവനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ജനകീയപരമായിട്ടുള്ള വികസനങ്ങൾ നാട്ടിൽ കേരളത്തിൽ ജനകീയവൽക്കരിക്കാൻ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ 10 വർഷം സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയി. എത്ര വികസനങ്ങളാണ്, എത്ര നേട്ടങ്ങളാണ്, എത്ര സാമ്പത്തികപരമായിട്ടുള്ള സ്രോതസ്സുകളാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ഈ സർക്കാരിന്റെ ഇന്ത്യക്ക് തന്നെ, ലോകരാജ്യത്തിന് തന്നെ മാതൃകയാണ് വിഴിഞ്ഞം ഹാർബർ പ്രൊജക്ട്. തീരദേശത്തെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസനങ്ങൾ, അങ്ങനെ എണ്ണി പറയാൻ വാക്കുകളില്ലാതെ ഈ കേരളത്തിന്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും ജനജീവിതത്തെ കരകയറ്റി ഉയർത്തുന്നതിനു വേണ്ടി ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒരു സർക്കാർ കേരളം ഭരിച്ചപ്പോൾ അത് അനുഭവിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടായി എന്നുള്ള വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരണം ഈ കേരളത്തിൽ. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനുമെതിരെ, വർഗീയ ശക്തികൾക്കുമെതിരെ, അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ മറുപടി കൊടുത്തേ പറ്റൂ. അതാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ നാട്ടികയുടെ വിജയം. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ നെഞ്ചിലെത്തിയ സഖാവ് ഗീതാ ഗോപി എന്ന ഞാൻ ഇത്തവണ ജനവിധി തേടുന്നത് നിർണായകമായിട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് ജയിച്ചേ പറ്റൂ. വരണം കേരളത്തിൽ ഒരു വികസന തുടർച്ച, വരണം കേരളത്തിൽ ഒരു ഭരണ തുടർച്ച, നേടണം നാട്ടികയുടെ ഒരു വികസന തുടർച്ച. അതിനായി നാട്ടികയുടെ ശബ്ദം നിയമസഭയിൽ പ്രതിഫലിക്കാൻ നിങ്ങളിൽ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ നിങ്ങളിൽ ഒരാളായി നിയമസഭയിൽ എത്തിക്കണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നൽകിയ ഇന്നത്തെ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ സഖാക്കളെ. അഭിവാദ്യങ്ങൾ.